അങ്ങനെ നിർബന്ധിച്ച് അവസാനം ഞാൻ പിന്നെ വേറൊരു പയ്യനെ കൊണ്ട് ഡൗൺലോഡ് ചെയ്ത് എടുപ്പിച്ചു. പിന്നെ ഞാൻ കുറച്ച് വലുതായിട്ട് എഴുതി, ബുക്കിൽ വലുതായിട്ട് എഴുതിയിട്ട് ഞാനത് കയ്യിൽ പിടിച്ച് പാടി 4 വരി കഴിഞ്ഞപ്പോഴത്തേക്ക് കളിപ്പാട്ടമായി. ആ പാട്ടാണ് 4 വരി കഴിഞ്ഞപ്പോഴത്തേക്ക് പൊട്ടിക്കരഞ്ഞു പോയി. ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി. കരഞ്ഞിട്ട് എനിക്ക് പാടാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ മറ്റവൻ്റെ അടുത്ത് ആക്ഷൻ കാണിച്ച് കണ്ടിന്യൂ ചെയ്തോളാൻ പറഞ്ഞു. പിന്നെ BG വായിച്ച് കഴിഞ്ഞ് പിന്നെ പാടി ഒരു പരുവത്തിൽ പാടി ഫിനിഷ് ചെയ്ത് പിന്നെ ഞാൻ കരഞ്ഞുകൊണ്ട് അങ്ങ് ബാക്കിലോട്ട് പോവുമായിരുന്നു. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അത് പാടിക്കൊണ്ട് നിന്നപ്പോൾ തന്നെ പിന്നെ വർഷങ്ങൾ കൊണ്ട് പിന്നെ നല്ല സ്റ്റേജ് പെർഫോമൊക്കെ ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് അത്രയും പിന്നെ ജനങ്ങളുടെ മുമ്പിൽ ഒരു പാട്ട് പാടാൻ ഉള്ള ആ ബുദ്ധിമുട്ട് അതൊക്കെ എൻ്റെ ഓർമ്മയിൽ വന്നു. ഞാൻ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നതും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ വെച്ചുകൊണ്ടാണ് ഞാൻ പാടുന്നത്. അപ്പോൾ ഈ പാടിക്കൊണ്ടിരിക്കുമ്പം എനിക്ക് ആ ഒരു ചിന്തകളൊക്കെ എൻ്റെ മനസ്സിൽ വന്നപ്പോഴത്തേക്ക് ഇനി അത് ചെയ്യാൻ പറ്റുമോ, ഇനി അങ്ങനൊരു സാഹചര്യം എനിക്ക് ഉണ്ടാകുമോ എന്നുള്ള ചിന്തകളൊക്കെ എൻ്റെ മനസ്സിൽ വന്നപ്പോഴത്തേക്ക് എനിക്ക് നിയന്ത്രിക്കാൻ പറ്റിയിരുന്നേ. അങ്ങനെ ഞാൻ പിന്നെ വളരെ നല്ല ഒരു പൊട്ടിക്കരഞ്ഞു പോയി. ആൾക്കാരെല്ലാം വളരെ പിന്നെ വിഷമിച്ച് എൻ്റെ ആ സാഹചര്യം അവസ്ഥ കണ്ട്. ഈ പാട്ട് കേട്ടുകൊണ്ട് എൻ്റെ ഒരു സുഹൃത്തിരിക്കുകയാണ്. പുള്ളി നല്ലൊരു കീബോർഡിസ്റ്റാണ്. പുള്ളി പാട്ട് കേട്ടുകൊണ്ടിരുന്നതിന് ശേഷം പാട്ട് കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം എൻ്റെ അടുത്ത്, എടാ നീ എന്താ കാണിച്ചേ? ഞാൻ പറയാം, പിടിച്ചിരിക്കാൻ പറ്റില്ല. എടാ ഞാനും അവിടെ ഇത് കരഞ്ഞു പോയെന്ന് പറഞ്ഞു. ആ പോട്ട് സാരമില്ല, അങ്ങനെ ആയിപ്പോയെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് പറഞ്ഞു. അവൻ അങ്ങ് പോയതിന് ശേഷം പിറ്റേന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, ഒരു പാട്ടുണ്ട്, നീ ഒന്ന് പാടിത്തരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ്, എൻ്റെ സാഹചര്യം നീ ഇന്നലെ കണ്ടതല്ലേ, ഞാൻ എങ്ങനെ പാടിത്തരാനാ, ബുദ്ധിമുട്ടാണെന്ന്. അപ്പോൾ ഒരു പിന്നെ കത്തോലിക്കയിലെ അച്ഛൻ എഴുതിയ ലിറിക്സാണ് ഈ പുള്ളി ട്യൂൺ ചെയ്ത് ഞാൻ പാടണം. അത് പുള്ളിയുടെ നിർബന്ധമാണ്. സാബു എന്നാണ് പേര്. അപ്പോൾ അങ്ങനെ ആ പുള്ളി ട്യൂൺ ചെയ്ത് അത് പിന്നെ ഇവിടെ വന്നിരുന്നത് ഞാനും കൂടെ കുറേ ഒക്കെ ഞങ്ങൾ രണ്ടുകൂടെ ഇരുന്ന് ഡെവലപ്പ് ചെയ്ത് പാട്ട് ഓക്കെ ആക്കി. പിന്നെ പത്തനംതിട്ട സാരംഗിൽ കീബോർഡ് വായിക്കുന്ന മനോജിന് ഓർക്കസ്ട്രേഷൻ അവൻ ചെയ്യാൻ കൊടുത്തു. അങ്ങനെ കൊടുത്ത് മനോജിനോടെ സ്റ്റുഡിയോ ഉണ്ട് പത്തനാപുരത്ത്. ആ സ്റ്റുഡിയോയിൽ ഞങ്ങളത് റെക്കോർഡിങ് നല്ല രീതിയിൽ റെക്കോർഡിങ് കഴിഞ്ഞെല്ലാം കഴിഞ്ഞു. ആ റെക്കോർഡിങ് കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാ, ഇനി എനിക്ക് മരിച്ചാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞു. എനിക്ക് നിന്നെ കൊണ്ടൊരു പാട്ട് പാടിക്കണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു പറഞ്ഞു. അപ്പോൾ ആഗ്രഹമെന്ന് പറഞ്ഞു, അവനും ശാരീരികമായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത്. ഞങ്ങൾ രണ്ടുപേരും ഒരേ കണ്ടീഷനിലാണ്. അത് കഴിഞ്ഞ് പിന്നെ അങ്ങ് ഹോസ്പിറ്റലിലും അവിടെ ഇവിടെയൊക്കെ ആയി. ചുരുക്കി പറഞ്ഞാൽ അത് 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ രോഗം വിട്ടു, മരിച്ചുപോയി. അത് ഞങ്ങളെ വളരെ വിഷമിപ്പിച്ചൊരു കാര്യമാണ്.